നിലവിൽ 3 ടീമുകൾ 2025 സീസൺ IPL-ൽ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകളാണിത്. നാളെ ജയിച്ചാൽ പിന്നെ മുംബൈ ഇന്ത്യൻസിന് മറ്റൊരു മത്സരഫലവും നോക്കാതെ തന്നെ പ്ലേ ഓഫിലെത്താനാകും. എന്നാൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ പോലും ഡൽഹിക്ക് ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. ഈ മത്സരത്തിൽ ടീമുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ടീമുകളുടെ സാധ്യതാ പ്ലേയിങ് 11-ഉം പിച്ച് റിപ്പോർട്ടും ഒന്ന് പരിശോധിക്കാം. മുംബൈ ഇന്ത്യൻസ് നേരിടുന്ന വെല്ലുവിളികൾ ആദ്യം നോക്കാം. മെയ് 21-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിച്ചാൽ 16 പോയിന്റുമായി മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഡൽഹിയുടെ മറ്റ് മത്സരങ്ങളുടെ ഫലം കാത്തു കഴിയേണ്ട അവസ്ഥ വരില്ല. അതുകൊണ്ട് തന്നെ ടീമിൽ പല നിർണായക മാറ്റങ്ങൾ വരുത്തിയായിരിക്കും മുംബൈ ഡൽഹിയെ നേരിടാൻ ഒരുങ്ങുക. ഇരു ടീമുകളും മുമ്പ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ തവണ ജയിച്ചത് മുംബൈ ഇന്ത്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ജയപ്രതീക്ഷ മുംബൈക്ക് അല്പം കൂടുതലാണ്. നിലവിൽ 12 കളികളിൽ 14 പോയിന്റാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. എന്നാൽ വാശിയോടെ എത്തുന്ന ഡൽഹി ക്യാപിറ്റൽസിനെ മുംബൈ ഭയന്നേ മതിയാകൂ. സ്പിന്നർമാരും ബാറ്റർമാരും കിടിലൻ ഫോം പുറത്തെടുത്താൽ മുംബൈ ചിലപ്പോൾ വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ സ്റ്റാർ ബാറ്റർമാരെ പെട്ടെന്ന് തന്നെ പവലിയനിലേക്ക് അയക്കാൻ മുംബൈ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെട്ടതിന് ശേഷമാണ് മുംബൈ ഡൽഹിയെ നേരിടാൻ എത്തുന്നത്. അന്ന് ഫീൽഡിംഗിലെ പിഴവുകളാണ് മുംബൈയെ പരാജയത്തിലേക്ക് എത്തിച്ചത്. ഇത്തവണയും മുംബൈ അത് ആവർത്തിച്ചാൽ ഡൽഹിയുടെ ബാറ്റർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അതുകൊണ്ട് ഫീൽഡിംഗിലെ അപാകതകൾ പരിഹരിച്ചായിരിക്കണം ഡൽഹിയെ നേരിടാൻ മൈതാനത്തിറങ്ങേണ്ടത്. അടുത്ത തിങ്കളാഴ്ചയാണ് ലീഗ് ഘട്ടത്തിൽ മുംബൈയുടെ അവസാന മത്സരം. പഞ്ചാബ് കിങ്സ് ആണ് എതിരാളികൾ. പ്ലേ ഓഫിൽ കടന്നാലും മുംബൈയുടെ ചില സൂപ്പർ താരങ്ങൾ അന്താരാഷ്ട്ര ദൗത്യമുള്ളതിനാൽ മത്സരങ്ങൾക്ക് ലഭ്യമാകില്ല. ഈ സാഹചര്യം മുന്നിൽ കണ്ട് 3 വിദേശ താരങ്ങളെ പകരക്കാരായി മുംബൈ സൈൻ ചെയ്തിരിക്കുക കൂടിയാണ്. ഇംഗ്ലീഷ് സൂപ്പർ താരം ജോണി ബെയർസ്റ്റോ, റിച്ചാർഡ് ഗ്ലിസൺ, ശ്രീലങ്കൻ താരം ചരിത് അസ്ലങ്ക എന്നിവരെയാണ് പുതുതായി മുംബൈ ഇന്ത്യൻസ് സൈൻ ചെയ്തിട്ടുള്ളത്. ജോണി ബെയർസ്റ്റോ മുംബൈയിൽ എത്തുന്നത് 5.25 കോടി പ്രതിഫലത്തോടു കൂടിയാണ്. ദക്ഷിണാഫ്രിക്കൻ താരം റയാൻ റിക്കൽറ്റിന് പകരം എത്തുന്ന ഇംഗ്ലീഷ് പേസർ റിച്ചാർഡ് ഗ്ലിസന്റെ പ്രതിഫലം 1 കോടി രൂപയാണ്. ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടറായ കോർബിൻ ബോഷിന് പകരമായിട്ടാണ് ചരിത് അസ്ലങ്ക സ്ക്വാഡിലേക്ക് വരുന്നത്. 75 ലക്ഷം രൂപയാണ് പ്രതിഫലം. IPL പ്ലേ ഓഫ് മുതൽ മാത്രമാണ് ഈ താരങ്ങൾക്ക് മുംബൈ ഇന്ത്യൻസിനായി കളിക്കാൻ സാധിക്കുക. ഇപ്പോഴും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ലാത്ത മുംബൈ അതിനു മുൻപേ തന്നെ 3 താരങ്ങളെ സൈൻ ചെയ്തത് ടീമിന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നതാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. വരാനിരിക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നേരിടുന്ന വെല്ലുവിളികളും അത്ര ചെറുതല്ല. മുംബൈയുമായി നടക്കുന്ന മത്സരം ഉൾപ്പെടെ 2 മത്സരങ്ങളാണ് ഇനി ഈ സീസണിൽ ഡൽഹിക്ക് ബാക്കിയുള്ളത്. ഈ 2 മത്സരങ്ങളിൽ ജയിച്ചാൽ മാത്രമേ ഡൽഹിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ നടക്കുന്ന മത്സരത്തിൽ മുംബൈയോട് തോറ്റാൽ IPL 2025-ൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് തന്നെ അതീവ തയ്യാറെടുപ്പുകളോടെ തന്നെയായിരിക്കും ഡൽഹിയും മത്സരത്തിനിറങ്ങുക. ഗുജറാത്തിനോട് 10 വിക്കറ്റിന് തോൽവി ഏറ്റുവാങ്ങിയാണ് ഡൽഹി നാളെ മൈതാനത്തെത്തുന്നത്. ആ മത്സരത്തിലേതുപോലെ വിക്കറ്റ് വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ടാൽ മുംബൈയുടെ ബാറ്റർമാർ തിളങ്ങും എന്നുറപ്പാണ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, വിൽ ജാക്സ്, തിലക് വർമ്മ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ബാറ്റിംഗിൽ മുംബൈക്കുണ്ട്. ഇവരുടെ എല്ലാം വിക്കറ്റുകൾ വീഴ്ത്തിയാൽ മാത്രമേ കാര്യങ്ങൾ ഡൽഹിയുടെ കൈകളിൽ എത്തുകയുള്ളൂ. പൊതുവെ ബാറ്റർമാർക്ക് അനുകൂലമാകുന്ന പിച്ചാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ പിച്ച്. ആദ്യം ഇറങ്ങുന്ന ടീമിന് 180-ൽ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പിച്ചാണിത്. പിച്ചിന്റെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടാമതിറങ്ങുന്ന ടീമിനാണ് ജയസാധ്യത കൂടുതലുള്ളത്. അങ്ങനെയെങ്കിൽ ടോസ് നേടുന്ന ടീം ആദ്യം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. രോഹിത് ശർമ്മ, റയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, കോർബിൻ ബോഷ്, ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, കർൺ ശർമ്മ എന്നിങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സാധ്യത പ്ലേയിങ് 11. ഇമ്പാക്ട് താരമായി അശ്വിനി കുമാർ എത്തിയേക്കും. KL രാഹുൽ, ഫാഫ് ഡു പ്ലസിസ്, അഭിഷേക് പോറൽ, അക്സർ പട്ടേൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, സമീർ റിസ്വി, അശുതോഷ് ശർമ്മ, വിപ്രജ് നിഗം, T നടരാജൻ, കുൽദീപ് യാദവ്, മുസ്തഫിസുർ റഹ്മാൻ എന്നിങ്ങനെയാണ് ഡൽഹി ക്യാപിറ്റൽസ് സാധ്യത പ്ലേയിങ് 11. ദുഷ്മന്ത ചമീര ആയിരിക്കും ഇമ്പാക്ട് താരം.